സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഒരു പ്രശ്നമാണ് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെ വേസ്റ്റ് ട്രേയിൽ വെള്ളം വന്ന് നിറയുന്നത്. ഇതിപ്പോൾ വരുന്ന ട്രേ ഒക്കെ ചെറിയ ട്രേയുമാണ്, അതുപോലെ തന്നെ സ്ക്രൂ ടൈപ്പ് ട്രേയുമാണ്. എടുത്ത് മാറ്റുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് എളുപ്പത്തിൽ മറ്റൊരു ഗാർഡനോസിൻ്റെ ഒരു ചെറിയ 1 മീറ്ററോളം ഉള്ളൊരു പൈപ്പ് മേടിച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു ഇലക്ട്രിക്കൽ വർക്കിന് ഉപയോഗിക്കുന്ന ചെറിയ എൽബോ ഉണ്ട്, അത് മേടിച്ചിട്ട് MC-യിൽ വെച്ച് സീൽ ചെയ്ത് ഇതുപോലെ അതിൻ്റെ അറ്റത്ത് നിന്ന് വെള്ളം വരുന്ന പൈപ്പിൻ്റെ അറ്റത്ത് നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുപ്പിയിലേക്ക് ആ വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ കുപ്പി നിറയുമ്പോൾ എടുത്ത് കളയാനും പറ്റും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ്. ഇതിന് വളരെ ചിലവ്, ഒരു 10-50 രൂപ താഴെ ചിലവ് വരണുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് കറണ്ട് പോയാലും പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ഒരു എൽബോ, ഇത് PVC വയറിങ്ങിൻ്റെ എൽബോ ആണ്. ഇത് 16 mm ഉണ്ട്, 90 mm ഉണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ മിക്കതും 16 mm തന്നെ മതിയാവും. ഇങ്ങനെയുള്ളൊരു എൽബോയും ഇതുപോലുള്ളൊരു ഗാർഡനോസിൻ്റെ 1 മീറ്റർ ലൂസായിട്ട് മേടിക്കുക. അത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് നോക്കി വെക്കണം, ഭയങ്കര ഹാർഡ് ആകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു 20-25 രൂപയോളമേ ഇതിന് വരുള്ളൂ 1 മീറ്ററിന്. എന്നിട്ട് ഇതുപോലത്തെ ഒരു എൽബോ മേടിച്ചിട്ട് പിന്നെ MC-യിൽ ഉപയോഗിച്ചിട്ട് വേണം ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് MC-യിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ചുറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വെക്കുക. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൻ്റെ ആ വേസ്റ്റ് വാട്ടർ വരുന്ന പൈപ്പിൽ പിടിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒട്ടും ലീക്കൊന്നും ഉണ്ടാവില്ല.